സ്കൂളുകളിൽ ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്ന പ്രാർത്ഥനകൾ ആലപിക്കണമെന്ന ഛത്തീസ്ഗഡ് ബി.ജെ.പി. സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ക്രൈസ്തവ സംഘടനകൾ. ബി.ജെ.പി. സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 12-നാണ് ഛത്തീസ്ഗഡ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ അംഗീകൃത സ്കൂളുകളിലും രാവിലെയും വൈകുന്നേരവും ഹിന്ദു പ്രാർത്ഥനകളും നിലവിളക്ക് കൊളുത്തൽ ഉൾപ്പെടെയുള്ള ആചാരങ്ങളും നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ഇതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി ജൂലൈ 2-ന് ബിലാസ്പൂർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയായിരുന്നു. എന്നാൽ ഭാവിയിൽ ഈ ഉത്തരവ് മൂലം ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയോ നിർബന്ധപൂർവ്വം പ്രാർത്ഥന ചൊല്ലിക്കുകയോ ചെയ്താൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സരസ്വതി വന്ദനം, ഗായത്രി മന്ത്രം, ഗുരുമന്ത്രം, ശാന്തി മന്ത്രം, ഭോജൻ മന്ത്രം എന്നിവ സ്കൂളുകളിൽ ആലപിക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ ഈ പ്രാർത്ഥനകൾ കേവലം മതപരമായ നിർദ്ദേശങ്ങളാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണെന്നുമാണ് സർക്കാർ വാദം. അതേസമയം കോടതി വിധി വിശദമായി പഠിച്ചു വരികയാണെന്നും തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും പ്രോഗ്രസീവ് ക്രിസ്ത്യൻ അലയൻസ് കോർഡിനേറ്റർ വ്യക്തമാക്കി. ഇത് ക്രൈസ്തവ വിദ്യാലയങ്ങളിലെ കുട്ടികളെ പോലും അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ആചാരങ്ങളിൽ പങ്കാളികളാക്കാൻ ഇടയാക്കുമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം പറഞ്ഞു. 3 കോടിയോളം ജനസംഖ്യയുള്ള ഛത്തീസ്ഗഡിൽ 2% താഴെ മാത്രമാണ് ക്രൈസ്തവ വിശ്വാസികളുള്ളത്.